ഹലോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയുടെ ബാലൻസാണ്. നമ്മൾ ഇയറിങ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരിതാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടിച്ച് വെച്ചിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണ്. കട്ട് ചെയ്യുന്നത് ഇത് ത്രെഡ് റിമൂവറാണ് കേട്ടോ. ഇത് നമ്മുടെ തയ്ക്കണ കടയിലൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ലേഡി സ്റ്റോറിലൊക്കെ പൊതുവെ ഉണ്ടാകാറുണ്ട്. ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ത്രെഡ് റിമൂവർ എന്ന് പറഞ്ഞാൽ മതി. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഇത് കണ്ട പുറമേലത്തെ നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളിലത്തെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഹോളിട്ട് ഒരു ചെറിയ ഹോളിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ റഫായിട്ടൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണേ. അതിന് ശേഷം നല്ല വൃത്തിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് പതുക്കെ പതുക്കെ കട്ട് ചെയ്തെടുക്കാം. ആദ്യമൊക്കെ ഇച്ചിരി പാട് തോന്നും, മാറും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇത് ക്ലീൻ ആക്കുവാണ് ഓരോ ഭാഗമായിട്ട്. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ നമ്മളതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റഡേൽ നമ്മൾ ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ അടുത്തത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം വൃത്തിയാക്കാം അത്രത്തോളം വൃത്തിയാക്കാം. പിന്നെ ഇതിൻ്റെ കൂടാണ്ട് ഇച്ചിരിയൊക്കെ നീണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ഈ ലൈറ്ററോ എന്തെങ്കിലും വെച്ചൊന്ന് ചൂടാക്കി കൊടുത്താൽ അത് മാറിക്കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്റ്റഡും കൂടെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റഡയിൽ നമ്മൾ എങ്ങനെയാണ് ഇയറിങ് സ്റ്റഡ് ബേസ് ചെയ്യണമെന്ന് പറയാം. ജസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ഇയറിങ് ബേസ് പ്ലെയിനായിട്ട് ഒട്ടിക്കാൻ പറ്റും. നമുക്ക് കണ്ടില്ലേ, ഇതേപോലെ പ്ലെയിനായിട്ട് ഒട്ടിക്കാൻ പറ്റും. പിന്നെയുള്ളത് നമ്മൾ വാക്സ് ഷീറ്റ് ഉപയോഗിച്ച് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വാക്സ് ഷീറ്റ് വെച്ച് ഒട്ടിക്കുന്നതാണ് ഇത്രയും കൂടെ നല്ലത്. ലാസ്റ്റ് ചെയ്യും. അത് കുറേ നാളത്തേക്ക് അങ്ങനെ നിൽക്കും. പെട്ടെന്നൊന്നും ഡാമേജായി പോകില്ല ഇയറിങ്സ്. നമ്മളല്ലാണ്ട് ഒട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പശ തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ പോകുന്നതല്ല. അപ്പം അതിൻ്റെ വാക്സ് ഷീറ്റ് നമുക്ക് ഇങ്ങനെ അളവ് നമ്മൾ എടുക്കാൻ പോകുന്നതിൻ്റെ കൂടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അതുകൂടാതെ നമ്മൾ അതിൻ്റെ ഷീറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് OHP ഷീറ്റിലേക്ക്, അതായത് സ്റ്റഡിലേക്ക് നമുക്ക് പശ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം നമുക്ക് ഇത് വയ്ക്കാം. അതായത് ഈ ഐപ്പിന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ ഇതിലേക്ക് നമ്മുടെ സ്റ്റഡ് ബേസ് നമ്മുടെ ഷീറ്റിലേക്ക് OHP ഷീറ്റ് അല്ല വാക്സ് ഷീറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കുണ്ടല്ലോ എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ലാസ്റ്റായിട്ടിരിക്കും, വൃത്തിയായിട്ടിരിക്കും കേട്ടോ. നമുക്ക് പിന്നെ പുറകിൽ നമ്മുടെ കമ്മൽ കാതയിലൊന്നും കൊള്ളിയേ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. വൃത്തിയായിട്ടിരുന്നോളൂ. ഇതിനി ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത പണിയുള്ളത്. ഉണങ്ങിയതിന് ശേഷം നമ്മളിതിൻ്റെ ഐപ്പിന്നുകൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യിക്കും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഐപ്പിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ നേരെയും വയ്ക്കുക, ഒരെണ്ണത്തിൽ പതിപ്പിച്ചും വയ്ക്കുക. അങ്ങനെ കണ്ട, ഇത് പതിപ്പിച്ചാണ് ഞാൻ വെച്ചേക്കുന്നത്. മറ്റേ നമ്മുടെ സ്റ്റഡ് ബേസയിൽ ഞാൻ വെച്ചേക്കുന്നത് ഇങ്ങനെ നേരെ കുത്തിയാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ കറക്റ്റ് ഷേപ്പിൽ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് മറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇട്ടാലും ഒരു മെന ഉണ്ടാവില്ല. ഇതിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെയും കൂടി ഇടുക. അതിന് ശേഷം അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അത് പോകില്ല കേട്ടോ. അത്ര സേഫ്റ്റി ആയിട്ട് ആ സാധനം ഇരിക്കും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇയറിങ്സ്. ഇതേപോലെ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഷേപ്പിന്, നിങ്ങളുടെ ഒരു ബുദ്ധിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ പഴയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ ഹാങ്ങിങ്സിൻ്റെയാണ് ഇടുന്നത്, നമ്മൾ അടുത്ത ദിവസം ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിലല്ല, നമ്മൾ വേറൊരു കമ്മലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകണേ.